അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നത്തെ സിയാറത്ത് ഉള്ളാളം മക്കാം ഷെരീഫ്. ഉള്ളാളം മക്കാം ഷെരീഫിൽ അന്തിയിറങ്ങുന്ന മഹാനാണ് സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി റളിയല്ലാഹു അൻഹു. ഇതാണ് മഹാനവറുകളുടെ ഖബറു ഷെരീഫ്. മഹാനവറുകളുടെ ജീവിതകാലത്ത് ഒരുപാട് കറാമത്തുകൾ കാണിച്ചിട്ടുണ്ട്. മഹാനവറുകളുടെ ഖബർ ഷെരീഫിനടുത്തു നിന്ന് ആളുകൾ ദുആ ചെയ്യുമ്പോൾ പലപ്പോഴും പലരുടെ പ്രയാസങ്ങൾ മാറിയതായി അറിയുന്നുണ്ട്. മഹാനവറുകളുടെ കറാമത്തുകളാണ് അതൊക്കെ. മഹാനവറുകളുടെ ഖബർ ഷെരീഫിന് മുകളിൽ നല്ല ഭംഗിയുള്ള പല വർണ്ണങ്ങളാൽ നിറയുന്ന പല വെളിച്ചങ്ങളും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഹാനവറുകളുടെ ഖബർ ഷെരീഫ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ വെള്ളമാണ് ഇവിടുത്തെ ബർക്കത്തിന്റെ വെള്ളം എന്നറിയപ്പെടുന്ന വെള്ളം. ഈ വെള്ളം കുടിച്ച പലരും രോഗങ്ങൾ മാറി എന്നൊക്കെ പറയാറുണ്ട്. പലരും ഈ വെള്ളം കുടിക്കുന്നത് അവരുടെ രോഗങ്ങൾ മാറാനാണ്. പലരും ബർക്കത്തിന് വേണ്ടി കുടിക്കുന്നുണ്ട്. പല ആളുകളും തങ്ങളുടെ രോഗം മാറാൻ വേണ്ടി കുടിക്കാറുമുണ്ട്. ഈ വെള്ളം ഒരു അത്ഭുത വെള്ളം തന്നെയാണ്. ഈ വെള്ളം വരുന്നത് മഹാനവറുകൾ മന്ദിരിച്ചൂതിയ ഒരു കിണറ്റിൽ നിന്നുള്ള വെള്ളമാണ്. ഇതാണ് ഇവിടുത്തെ ഒരു കിണർ. ഈ കിണറിൽ ആളുകളൊക്കെ ഇതുപോലെ പൈസ ഇടാറുണ്ട്. അത് ആളുകൾ അവരുടെ സംഭാവന എന്ന നിലയിൽ ഇതിലേക്ക് പൈസ ഇടുന്നു. നമ്മൾ സാധാരണ മക്കാമിലൊക്കെ ഡബ്ബികളൊക്കെ കാണാറില്ലേ പൈസ ഇടാനുള്ള, അതുപോലെയുള്ള ഒരു ഡബ്ബിയാണ് ഇവിടെയുള്ള ഈ കിണർ. ഇതാണ് ഇവിടുത്തെ പള്ളി. വളരെ വിസ്താരമായ വലിയൊരു പള്ളിയാണിത്. ആ വാതിലോട്ട് തുറന്നിട്ടില്ല, കാരണം അവിടെയൊക്കെ ജമാഅത്തിന്റെ സമയത്താണ് തുറക്കുക. അവിടെയാണ് മിമ്പറൊക്കെ ഉള്ളത്. ഇനി നമുക്ക് മക്കാമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെ കുറെ ആളുകൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തൊക്കെ നിറയെ വാഹനങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് മഹാനവറുകൾ വുളു എടുക്കാറുണ്ടായിരുന്ന കുളം. ഈ കുളത്തിൽ ഒരുപാട് മീനുകൾ ഇപ്പോഴുണ്ട്. ഇതൊരു വലിയ കുളം തന്നെയാണ്. ഇവിടെ കുറെ കടകളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മളൊരു കിണർ കണ്ടില്ലേ, അതുപോലെയുള്ള മറ്റൊരു കിണർ കാണാൻ പോവാം. ഇതാണ് ഇവിടെയുള്ള മറ്റൊരു കിണർ. ഈ കിണറും നേരത്തെ കണ്ടതുപോലെ പൈസ ഇടുന്നൊരു കിണറാണ്. ഈ കിണറ്റിൽ ആളുകൾ സംഭാവന എന്ന നിലയിൽ പൈസകൾ ഇടാറുണ്ട്. ഇനി നമുക്ക് ഇവിടെ വരുന്ന ആളുകളൊക്കെ നേർച്ചയാക്കുന്ന ആടുകളെ കാണാൻ പോകാം. ഇവിടെ കുറച്ച് ആടുകളെ കൂട്ടിലിടും, പിന്നെ കുറച്ച് ആടുകളെ അവർ തന്നെ തുറന്നു വിടും. ആ ആടുകളൊക്കെ ഇവിടെ ഇങ്ങനെ ഓടിക്കളിക്കുകയും ചെയ്യും. ഇപ്പോൾ കൂട്ടിൽ കുറച്ച് ആടുകളുണ്ട്. ആ ആടുകളെ ഒന്ന് നമുക്ക് കാണാം. ഇതാണ് ആ ആടുകളൊക്കെ. ഒരുപാട് ആടുകൾ പുറത്ത് ഇവർ തുറന്നു വിട്ടിട്ടുണ്ട്. അതിൽ നിന്ന് അല്പം ആടുകൾ മാത്രമാണ് ഇപ്പോൾ ഈ കൂടിനുള്ളിലുള്ളത്. ഇത് ഈ മക്കാമിലേക്ക് വരുന്ന ആളുകൾ നേർച്ചയാക്കുന്ന ആടുകളാണ്. പല നാടുകളിൽ നിന്നും ആളുകൾ ഇങ്ങോട്ട് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ പല നാട്ടിൽ നിന്നും ആളുകൾ ഇവിടേക്ക് എത്താറുമുണ്ട്. ഇവിടെ ഉറൂസിന്റെ സമയത്ത് നിറയെ ആടുകളായിരിക്കും. കാരണം പലരും അവരുടെ നേർച്ചയാക്കിയ ആടുകൾ ഉറൂസിന്റെ സമയത്തായിരിക്കും കൊണ്ടുവരിക. ഈ ആടുകൾ നേർച്ചയാക്കുന്നത് പോലെ തന്നെ ഇവിടെ കോഴികളെയും നേർച്ചയാക്കാറുണ്ട്. ഇതാണ് കോഴികളെ നേർച്ചയാക്കുന്നത്. ഇപ്പോൾ അവിടെ ഒരു കോഴിയല്ലോ, സാധാരണ അവിടെ ഒരുപാട് കോഴികൾ ഉണ്ടാവാറുണ്ട്. ഇനി നമുക്ക്
മടവൂർ ഷെയ്ഖിന്റെ ഷെയ്ഖായ മഹാനവറുകളുടെ ഖബർസ്ഥാനിലേക്ക് പോകാം. ഇതാണ് മടവൂർ ഷെയ്ഖിന്റെ ഷെയ്ഖായ മഹാനവറുകളുടെ ഖബർ. മുഹിയുദ്ദീൻ സാഹിബ് എന്നാണ് മഹാനവറുകളുടെ പേര്. മഹാനവറുകളും ഒരുപാട് കറാമത്തുകൾ കാണിച്ചവരാണ്. ഇതാണ് ഇവിടെയുള്ള മറ്റൊരു ജമാഅത്ത് പള്ളി. ഇവിടെ ആളുകൾ നിസ്കരിക്കാറുണ്ട്. ഇവിടെ നിസ്കരിക്കുന്നത് പള്ളിയിൽ ജമാഅത്ത് നടക്കുന്ന സമയത്താണ്. ഒരേ സമയം 2 പള്ളിയിലും ജമാഅത്ത് നടക്കാനുള്ള കാരണം ആ പള്ളിയിൽ നിറയെ ആളുകളായിരിക്കും. അപ്പോൾ ബാക്കിയുള്ളവർ ഇവിടെയുള്ള ഈ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നു. ഇതാണ് ഇവിടേക്ക് കടക്കാനുള്ള ഗേറ്റ്. നിങ്ങൾ ആരെങ്കിലും ഉള്ളാളം മക്കാമിലേക്ക് സിയാറത്ത് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അത്ഭുതങ്ങൾ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനും സാധിക്കും. മഹാനവറുകളുടെ കറാമത്തിലുള്ള ഒരു കറാമത്ത് ഞാൻ പറയാം. മഹാനവറുകളുടെ ഖബറിന്റെ ഈ ഭാഗത്ത് ഒരു തേങ്ങയുണ്ട്. ആ തേങ്ങയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ആ തേങ്ങയ്ക്ക് കൊമ്പുണ്ട്. തേങ്ങയ്ക്ക് കൊമ്പില്ല, പക്ഷേ ആ തേങ്ങയ്ക്ക് കൊമ്പ് വരാൻ കാരണം മഹാനവറുകളുടെ കറാമത്തായിരുന്നു. ഒരു ദിവസം മഹാനവറുകൾ ആ തേങ്ങയ്ക്ക് കൊമ്പ് വരാൻ വേണ്ടി കൽപ്പിച്ചു. ഉടനെ തന്നെ ആ തേങ്ങയ്ക്ക് കൊമ്പ് വരികയും ചെയ്തു. അടുത്ത സിയാറ വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.